അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളവർ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. തങ്ങളെ തിരക്കുണ്ടോ? ഒരു 20 മിനിറ്റ് പ്രസംഗിച്ചാൽ പറ്റുന്നുണ്ടോ? അല്ലല്ലോ അല്ലേ? ഖിയാറുക്കും ലിഅഹ്ലിഹി, ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് നല്ലവർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഫറഖു മുഅ്മിനുൻ മുഅ്മിന, ഒരിക്കലും ഒരു പെണ്ണും ഒരു ഭർത്താവും ഭാര്യയെ അകറ്റി നിർത്താൻ പാടില്ല, വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, പെണ്ണിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിനക്ക് വെറുപ്പ് തോന്നിയാൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ അവൾ ഉഷാറായിരിക്കും. പെണ്ണ് ഒരു നിലക്കും ഒരു പെണ്ണിനെ, ഭാര്യയെ നിങ്ങൾ വെറുക്കാൻ പാടില്ല. ഭാര്യയെ നിങ്ങൾ വെറുത്തു പോവരുത്. സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, അതേപോലെ പെണ്ണ് ബുദ്ധിശക്തി ഇല്ലാത്തതിന്റെ പേരിൽ, പെണ്ണിന്റെ സ്വഭാവം നല്ലതല്ലാത്തതിന്റെ പേരിൽ, പെണ്ണിന്റെ ഫുഡിന് ടേസ്റ്റ് പോരാത്തതിന്റെ പേരിൽ, പെണ്ണ് വൃത്തിയില്ലാത്തതിന്റെ പേരിൽ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യമാരെ വെറുക്കരുത്. കാരണം എന്തേ? സൗന്ദര്യമില്ലെങ്കിൽ നല്ല സ്വഭാവക്കാരിയാവാൻ സാധ്യതയുണ്ട്. ഇനി സ്വഭാവമില്ലെങ്കിൽ നല്ല സൗന്ദര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൗന്ദര്യമില്ലാത്ത എത്രയോ പെണ്ണുങ്ങളില്ലേ. അപ്പൊ അല്ലാഹു തആല സ്വഭാവമില്ലെങ്കിലും കാണുമ്പോൾ ഒന്ന് മനസ്സിന് ആശ്വാസം തോന്നുന്ന നല്ലൊരു സുന്ദരിയായ പെണ്ണ് തന്നില്ലയോ? അൽഹംദുലില്ലാ എന്ന് പറ. ഇനി സൗന്ദര്യമില്ല, പോട്ടെ, എന്തിനായി സൗന്ദര്യം? സൗന്ദര്യമുള്ളവർക്ക് എന്തായി? സ്വഭാവമല്ലേ വേണ്ടത്? നല്ല സ്വഭാവമില്ലേ എന്റെ പെണ്ണിന്? സൗന്ദര്യമില്ലെങ്കിലും സ്വഭാവം നന്നായാൽ ഒരു പെണ്ണിന് സൗന്ദര്യം കിട്ടിയില്ലേ? അൽഹംദുലില്ലാ എന്ന് പറ. ഇനി രണ്ടുമില്ല, പക്ഷെ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ 4 നേരം 3 നേരം നല്ല മനോഹരമായ ഭക്ഷണം കഴിക്കാലോ. നമ്മൾക്ക് തന്നെ അറിയാം, പല വീടുകളിലും പോയാൽ, ഓരോ ജില്ലകളിൽ പോവും, ഓരോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, ഓരോ നാട്ടിലും വ്യത്യസ്തമായ ടേസ്റ്റാണ്. എല്ലാ നാട്ടിലും ഒരേപോലുള്ള ടേസ്റ്റ് അല്ല ഭക്ഷണത്തിന്. അപ്പൊ ചില വീടുകളിൽ പോയാൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാവും. അപ്പൊ അവൻ നല്ല ഭക്ഷണമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അവരെ സ്ഥിരമായിട്ട് വീട്ടിൽ ക്ഷണിക്കും, ഭക്ഷണം ഉണ്ട്. അങ്ങനെ കുറെ വീടുകളുണ്ട്. തിരൂരിൽ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു ഇർഷാദ് എന്ന് പറയുന്നത്, നല്ല നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന കൂട്ടുകാരൻ, വെറൈറ്റി ഡിഫറെന്റ്. അപ്പൊ അത്തരം വീടുകളിൽ അവരിതിനായിട്ട് ഒരുങ്ങണം. അവർക്കിതൊരു ഹോബിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകൾക്ക് ഓരോരു ഹോബി ഉണ്ടാവും, ഓരോ ആളുകൾക്ക് ഓരോരു ഹോബി ഉണ്ടാവും. അപ്പോ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് നല്ല പാചകത്തോടൊരു ക്രൈസ് ഉണ്ടാവണം. കുക്കിംഗ്, പാചകത്തോടൊരു ക്രൈസ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു ക്രൈസ് കിട്ടിയാൽ അവരിങ്ങനെ ഇടയ്ക്കിടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ പാചകം ചെയ്ത് അവർക്കതൊരു രസമാണ്. അതിൽ അവർക്ക് ക്ഷീണം ഉണ്ടാവാൻ പാടില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക എന്നത് ക്ഷീണമായിട്ട് തോന്നാം. അതൊരു ക്രൈസ് ആയിട്ട് കാണും. ചില ആൾക്ക് ഡ്രൈവിംഗ് ക്രൈസ് ഉണ്ടാവൂലേ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്രൈവ് ചെയ്താൽ അവർക്ക് മടുക്കൂല. എന്നാൽ പെണ്ണിന് ഇത് ക്രൈസായി മാറിയാൽ പെണ്ണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ഇരുന്നിട്ട് ഓരോരോ ഫുഡ് ഉണ്ടാക്കിയാൽ അവർക്ക് മടുക്കൂല. അവർക്കതൊരു രസമാണ്. ഇത് കഴിച്ചിട്ട് ഭർത്താവ് കഴിക്കുന്നത്, മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആസ്വാദനം, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ പെണ്ണിന് ആ ഒരു ക്രൈസ് വേണം. അപ്പൊ പാചകം ഉഷാറുണ്ടായിരിക്കും. ഒരു പക്ഷേ പാചകം ഉഷാറില്ലെങ്കിൽ നല്ല ബുദ്ധിയും നല്ല സ്വഭാവവും മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ഭാര്യമാർ ഉഷാറാണ്. മരണപ്പെട്ടുപോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ ഞാൻ നിർത്താണ്. ഇപ്പൊ തങ്ങൾ ഇവിടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. അപ്പൊ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും നീയച്ചുണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിക്കുക. എന്തെങ്കിലും നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കുക. അല്ലാഹു തആല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹുവേ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. 2000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഈ മഹത്തായ സ്വതഖ അവരുടെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ഖബറിടം നീ വല്ല ശിക്ഷയും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സ്വതഖയുടെ ബർക്കത്ത് കൊണ്ട് ശിക്ഷയെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ. ശിക്ഷയെ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇന്നത്തെ രാത്രി തന്നെ ആ ഖബറിടത്തെ സ്വതഖയുടെ ബർക്കത്ത് കൊണ്ട് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വതഖയുടെ ബർക്കത്ത് കൊണ്ട് ഖബറിടത്തെ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകണേ റബ്ബേ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖം ആസ്വദിക്കുന്ന ഖബറാളികളാണെങ്കിൽ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ഉന്നതമായ ദറജ
ദർജയും സ്ഥാനവും നീ നൽകണേ റബ്ബേ. അദ്ദേഹത്തിനും കുടുംബങ്ങളിലും അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ നീ നൽകല്ലേ റബ്ബേ. മാരകമായ അസുഖങ്ങൾ നൽകല്ലേ റബ്ബേ. പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. ആരോഗ്യം നൽകണേ റബ്ബേ. ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരു പെണ്ണിനെയും അവളുടെ സ്വഭാവത്തിന്റെ പേരിൽ അവളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വെറുക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഇഷ്ടമുള്ള മറ്റേതെങ്കിലും പ്രത്യേകത ആ പെണ്ണിനുണ്ടാകും. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല മാന്യമായ സ്വഭാവത്തോടെയാണ് പെണ്ണിനോട് നിങ്ങൾ പെരുമാറേണ്ടത്. ഫൈൻ കരിഹ്തുമൂഹുന്ന, അവളെ നിങ്ങൾ വെറുത്തു പോവുകയാണെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ചില വിഷയങ്ങളിൽ അള്ളാഹു എന്തെങ്കിലും ഖൈറുണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ സമാധാനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗന്ദര്യമില്ലെങ്കിൽ സ്വഭാവം ഉണ്ടാവും, അതില്ലെങ്കിൽ പാചകം ഉഷാറായിരിക്കും, അതില്ലെങ്കിൽ ബുദ്ധിശക്തി ഉണ്ടാകും, വൃത്തി ഉണ്ടാകും. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ കിട്ടിയ പെണ്ണിന് ഒന്നുമില്ല എന്ന് വിചാരിച്ചു, ഒന്നുമില്ല. അള്ളാഹു സൗന്ദര്യം കൊടുത്തിട്ടില്ല, സ്വഭാവം കൊടുത്തിട്ടില്ല. സ്വഭാവം ഈ പെണ്ണിനേക്കാൾ സ്വഭാവം മോശക്കാരി വേറല്ല, വൃത്തിയില്ല, ഒന്നുമില്ല. എന്തായിരിക്കും അവസ്ഥ? എന്നാ പിന്നെ ത്വലാഖല്ല, എന്നാ പിന്നെ അല്ലല്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു പെണ്ണിനെയാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ കഴുത്തിലേക്ക് അല്ലാഹു കുരുക്കിയ ഒരു കെട്ടാണെന്ന് മനസ്സിലാക്കി, ഇത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയൊരു പരീക്ഷണമാണ്, ഇതിൻ്റെ പിന്നിൽ അല്ലാഹു എന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് എന്നിട്ടും അവളോട് നീ മാന്യമായിട്ടേ പെരുമാറാൻ പാടുള്ളൂ. അല്ലാഹു പറയാണ് നിനക്ക് ഒരു മേഖലയിലും അവളോട് താല്പര്യം തോന്നുന്നില്ല. ഭക്ഷണമാണെങ്കിൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലും മര്യാദക്കൊരു ചായ വെക്കാൻ പോലും പെണ്ണിനറിയില്ല. എന്നാൽ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി ഒരു ടേസ്റ്റുള്ളൊരു ചായ തന്നിട്ടില്ല, ഒരു കറി വെക്കാൻ അറിയില്ല. ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ തന്നെ മടിയാണ്. കാരണം ജനങ്ങൾക്ക് കഴിച്ചാവൊന്ന് മനസ്സിലേക്ക് ദഹിക്കണ്ടേ. അതുകൊണ്ട് എല്ലാ നിലയിലും നിങ്ങൾ കിട്ടിയ പെണ്ണ് വെരി ബാക്ക്വേർഡ് ആണെന്ന് മനസ്സിലാക്ക്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ സഹിച്ചു നിന്നാൽ അതിൻ്റെ പിന്നിൽ അള്ളാഹു വല്ല രഹസ്യങ്ങളും വല്ല സന്തോഷവും മറച്ചു വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹിച്ചിട്ട് എന്നിട്ടും അവളോട് മാന്യമായി വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെ എവിടെയാ പെണ്ണുങ്ങൾ ഇസ്ലാം ഒതുക്കി നിർത്തിയത്? എവിടെയാണ് പെണ്ണുങ്ങൾ ഇസ്ലാം ഒതുക്കി നിർത്തി എന്ന് പറയുന്നത്? എവിടെ? ഒരു നിലക്കും പെണ്ണിനോട് മോശമായി പെരുമാറാനുള്ള ഒരു അർഹതയും നിങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവർ മാന്യന്മാരാണ്, പെണ്ണിനോട് മോശമായി പെരുമാറുന്നവർ നിന്ദ്യരാണ്, നീചരാണ്, നികൃഷ്ടരാണ്. നികൃഷ്ടരായ ആളുകൾക്ക് പെണ്ണിനെ അടിക്കാനും പെണ്ണിനെ തെറി പറയാനും പെണ്ണിനെ ചീത്ത പറയാനും പെണ്ണിനെ മാറ്റി നിർത്താനും നികൃഷ്ടരായ ആളുകൾക്കേ കഴിയുള്ളൂ. അത്തരം ഭർത്താക്കന്മാർ നികൃഷ്ടരായ ഭർത്താക്കന്മാരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പെണ്ണ് ഭർത്താവിന്റെ രഹസ്യം പുറത്തു പറയാൻ പാടില്ല, ഭർത്താവ് പെണ്ണിന്റെ രഹസ്യവും പുറത്തു പറയാൻ പാടില്ല. ഇത് വളരെ വളരെ ഗുരുതരമായൊരു വിഷയമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ആണും മനസ്സിലാക്കണം, പെണ്ണും മനസ്സിലാക്കണം. പൊതുവെ ആളുകൾ 4-5 പുരുഷന്മാർ കൂടിയാൽ, 4-5 ചങ്ങാതിമാർ കൂടിയാൽ അവരുടെ അണിയറ രഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. അതേപോലെ 4-5 സ്ത്രീകൾ, ചങ്ങാതിമാരായ 4-5 സ്ത്രീകൾ കൂടിയാൽ അവരുടെ അണിയറ രഹസ്യം അവരും പരസ്പരം പങ്കുവെക്കാറുണ്ട്. അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി. ഒരു പെണ്ണിനെ ആണ് സമീപിക്കുന്നു, ഭർത്താവ് സമീപിക്കുന്നു, ഭർത്താവിനെ ഭാര്യയും സമീപിക്കുന്നു. എന്നിട്ട് ഭർത്താവിന്റെ ചങ്ങാതിമാരുടെ അടുത്ത് പോയി അണിയറ രഹസ്യങ്ങൾ, ഭാര്യയുമായി കിടപ്പറ പങ്കിടുന്ന രഹസ്യങ്ങളൊക്കെ ഈ എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ, ആദ്യ രാത്രി കഴിഞ്ഞാൽ ചങ്ങാതിമാർ പരസ്പരം ഒരുമിച്ചുകൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നാട്ടിൽ സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ്. ഫോണുകൾ വിളിക്കുന്നത്, എന്നിട്ട് സംസാരിക്കുന്നത്, രംഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ്.
ഇത് ആണുങ്ങൾ മാത്രമല്ല, ഈ വിഷയത്തിൽ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. അവരിഷ്ടപ്പെടുന്ന അവരുടെ അടുത്ത ചങ്ങാതിമാരവർക്ക് കിട്ടിയാൽ അവരും ഇത്തരം വിഷയങ്ങൾ യാതൊരു ലജ്ജയില്ലാതെ അതേപോലെ വിവരിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് ഇന്ന മിൻ അഅ്ലമിൽ അമാന. ഇത് അള്ളാഹു നൽകിയ അമാനത്തിൽ ഏറ്റവും വലിയ ഗുരുതരമായ ഏറ്റവും വലിയ അമാനത്താണിത്. നിങ്ങൾക്ക് ഒരുപാട് അമാനത്ത് അള്ളാഹു തന്നിട്ടുണ്ട്, ഒരുപാട് സൂക്ഷിപ്പ് മുതൽ തന്നിട്ടുണ്ട്, സൂക്ഷിക്കാൻ ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വിഷയം ഇതാണ്, ഗൗരവമുള്ള വിഷയം ഇതാണ്, ഏറ്റവും ഗൗരവമുള്ള വിഷയം ഇതാണ്. ഈ അമാനത്തിൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസവഞ്ചന നടത്താൻ പാടില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ഇത്തരം വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കുന്നത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിന് സമാനമാണെന്ന് പുരുഷന്മാരായ ഭർത്താക്കന്മാർ അതേപോലെ സ്ത്രീകളും മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നബിത്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പാല് കറന്നിരുന്നത് നബിത്തങ്ങളാണ്. അടുക്കളയുടെ പാല് കറന്നിരുന്നത് നബിത്തങ്ങളാണ്. നബിത്തങ്ങളൊരു സാധാ MLA അല്ല, ഒരു മന്ത്രിയല്ല, ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല. എത്രയോ രാജ്യങ്ങളെ ഒന്നിച്ച് നിയന്ത്രിച്ചിരുന്ന വലിയ ഒരു രാജാവിനേക്കാൾ പ്രഗത്ഭനാണ്, അപ്പുറത്താണ് നബിത്തങ്ങൾ. ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നോക്കിയാൽ മതി, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം നോക്കിയാൽ മതി. എന്നാൽ എത്രയോ രാജ്യങ്ങളെ ഒന്നിച്ചു നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വലുതല്ലയോ? ആ നബിത്തങ്ങൾക്ക് വെറും രാജ്യം നോക്കിയാൽ മാത്രം പോരാ. നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാട്ടിലുള്ള റോഡുകൾ, ക്ഷേമനിധി, അങ്ങനെ ഒരുപാട് മറ്റുള്ള നാടിന്റെ വികസന വിഷയങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ മസ്അല കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഫത്വ കൊടുക്കേണ്ട പണിയില്ല, ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കേണ്ട പണിയില്ല. പക്ഷേ നബിത്തങ്ങൾ അങ്ങനെയല്ല. നബിത്തങ്ങൾക്ക് ജനങ്ങൾക്ക് മസ്അല പറഞ്ഞു കൊടുക്കണം. ആളുകൾ സംശയം ചോദിച്ചു വരും, ആളുകൾ ഫത്വ ചോദിച്ചു വരും. അതേപോലെ ഓരോ നാട്ടിലുള്ള ഓരോ ഗവർണർമാരെ നിയമിക്കണം, ആ നാട്ടിലുള്ള നിയമങ്ങൾ ശ്രദ്ധിക്കണം, പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോ മേഖലകളിലും നബിത്തങ്ങൾക്ക് ശ്രദ്ധിക്കണം. അതിനിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ സ്വന്തമായി കറന്ന് പാലെടുത്തു കൊണ്ടുവന്നിട്ട് ഭാര്യമാർക്ക് കൊടുത്തിരുന്നത്. അതേപോലെ സ്വന്തം ചെരുപ്പ് ഭാര്യയോട് പറഞ്ഞിട്ട് വൃത്തിയാക്കുകയല്ല ചെയ്യുന്നത്, നബി തങ്ങൾ വൃത്തിയാക്കുമായിരുന്നു. നമ്മുടെ ചെരുപ്പ് ഭാര്യയെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ചെരുപ്പുകൾ, നമ്മുടെ ഷൂകൾ ഭാര്യയോട് കഴുകാൻ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ല. ചെരുപ്പ് കഴുകിത്തരാത്തതിന്റെ പേരിൽ ഭാര്യയോട് വെറുക്കുന്നതും നല്ലതല്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെരുപ്പ് പോലും കഴുകിത്തരാറില്ല എന്ന്. എങ്ങനെയാണതൊക്കെ പറയാ? നമ്മളാണത് കഴുകേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു ഭാര്യ സ്വന്തമായിട്ട് കഴുകിത്തന്നാൽ അതൊരു ബോണസായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, അതൊരു ഓഫറായിട്ട് കൂട്ടിയാൽ മതി. ഭാര്യയോട് കഴുകടി എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ ചെരുപ്പ് കഴുകേണ്ടത് നിങ്ങളാണ്. ഇനി നല്ല സ്നേഹമുള്ള ഭാര്യമാർ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ഷൂകൾ പോളിഷ് ചെയ്തു തരും, നിങ്ങളുടെ ചെരുപ്പുകൾ കൈ കഴുകി തരും. അത് നിങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ്. ആ ഭാര്യയെ നിങ്ങളൊന്ന് നെഞ്ചിലേറ്റി ആത്മാർത്ഥമായി തിരിച്ചു സ്നേഹിച്ചാൽ മതി. അതേപോലെ ആ പെണ്ണിന് അല്ലാഹു അതിന്റെ പേരിൽ പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ചെരുപ്പ് നിങ്ങൾ നന്നായി വൃത്തിയാക്കിയത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തമായി ചെരുപ്പ് വൃത്തിയാക്കുമായിരുന്നു. വസ്ത്രം കീറിപ്പോയാൽ നമ്മൾ ഭാര്യമാരോടാണ് തിന്നാൻ പറയാ, തുന്നിച്ചേർക്കാൻ പറയാ, നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാവാം. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തമായിട്ട് കീറിപ്പോയ കുപ്പായങ്ങളെ നൂലുകൾ കോർത്തിട്ട് തുന്നാറുണ്ടായിരുന്നു. ഭാര്യമാരോടല്ല പറയുന്നത്, സ്വന്തമായിട്ട് തുന്നിച്ചേർക്കാനാണ് നബിത്തങ്ങൾ പറഞ്ഞത്. നബിത്തങ്ങളുടെ ഭാര്യമാർക്ക് അടുക്കളയിൽ ഒരു പണി ഉണ്ടായിട്ടില്ല, ഒരു പണിയുമില്ല. നമ്മുടെ ഭാര്യമാർക്ക് രാവിലെ എണീറ്റ ഉടനെ ചായ വേണം, പഴം റോസ്റ്റ് വേണം, അതുപോലെ നാസ്തയ്ക്ക് നമ്മൾക്ക് ഭക്ഷണം വേണം. അത് കഴിഞ്ഞാൽ 11 മണിക്ക് ജ്യൂസ് ഐറ്റംസ് വേണം, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം വേണം, വൈകുന്നേരം ചായ വേണം, രാത്രി വീണ്ടും ഭക്ഷണം വേണം. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളുടെ വീട്ടിൽ രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് 3 ഈത്തപ്പഴം കഴിക്കും, വെള്ളം കുടിക്കും. വൈകുന്നേരം വരെ ഒരു പണിയില്ല, ചായ വെക്കാനില്ല, ചോറ് വെക്കാനില്ല, ജ്യൂസ് ഉണ്ടാക്കാനില്ല. പിന്നെ രാത്രി വീണ്ടും ഒരു 3 ഈത്തപ്പഴം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇതായിരുന്നില്ലേ 2-3 മാസക്കാലം അള്ളാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ അവസ്ഥ? അടിച്ചു വാരാൻ 4000-5000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടായിരുന്നിട്ടില്ല. ഒരു ചൂലെടുത്തിട്ട് ഒരു തവണ ഇങ്ങനെ അടിച്ചാൽ തീരുമായിരുന്നു. 2 പേര് കിടന്നാൽ
തലയും കാലും പരസ്പരം മുട്ടുന്ന വീതിയേ ഉണ്ടായിട്ടുള്ളൂ. ചില വീടുകളിൽ തല വെച്ചാൽ കാല് പുറത്തായിരുന്നു, ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കയ്യെത്തുമായിരുന്നു. ഇത്രയും ഒരു ചെറിയ വീടിൽ അടിച്ചു വാരാനും വൃത്തിയാക്കാനും സമയം വേണ്ട, ഒരു പണിയും വീട്ടിലുണ്ടായിട്ടില്ല ഭാര്യമാർക്ക്. എന്നിട്ട് പോലും നബിത്തങ്ങൾ സ്വന്തം പണി നബിത്തങ്ങൾ ഏൽപ്പിച്ചതാണ്. എന്നാൽ നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ വസ്ത്രം പോലും നമ്മൾ അലക്കി കൊടുക്കണം. കാരണം അവർക്ക് എപ്പോഴാണ് നമ്മളൊന്ന് വിശ്രമം കൊടുക്കുന്നത്, അവർക്ക് എപ്പോഴാണ് നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ ഈ 4000-5000 സ്ക്വയർ ഫീറ്റ് വീട് അടിച്ചുവാരി ബാത്റൂം വൃത്തിയാക്കി എല്ലാം ആകുമ്പോഴേക്കും വസ്ത്രം അലക്കാനായി, അപ്പോഴേക്കും അത് അയൺ ചെയ്ത് തരണം, അപ്പോഴേക്കും ഉച്ചക്കത്തെ ഭക്ഷണമായി, അത് പ്ലേറ്റ് കഴുകണം, പാത്രം കഴുകണം, ചട്ടി കഴുകണം, അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായയായി, അതിൻ്റെ ചട്ടി കഴുകണം, അപ്പോഴേക്കും രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായി, പിന്നെ ഉറങ്ങുന്നത് വരെ കഴുകാനായി, രാവിലെ വീണ്ടും എണീറ്റിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായി, ഇങ്ങനെ പണിയോട് പണി. ഈ ഭാര്യമാർക്ക് നമ്മളല്ലേ കൂടുതൽ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കേണ്ടത്. നബി തങ്ങളുടെ വീട്ടിൽ ഒരു പണിയും ഭാര്യമാർക്ക് ഉണ്ടായിട്ടില്ല. ഭൂരിഭാഗം ദിവസങ്ങളിലും പട്ടിണിയുള്ള വീട്ടിലാണ് നബി തങ്ങൾ സ്വന്തമായിട്ട് ചെരുപ്പ് തുന്നിയത്, അതേപോലെ സ്വന്തമായിട്ട് ചെരുപ്പ് കഴുകിയത്, വസ്ത്രം തുന്നിയത്, സ്വന്തമായിട്ട് എല്ലാ വിഷയങ്ങളും സ്വന്തം ചെയ്യുമായിരുന്നു. വീട് അടിച്ചു വാരി കൊടുക്കുമായിരുന്നു നബിത്തങ്ങൾ. വീട് അടിച്ചു വാരിയത് നബിത്തങ്ങളാണ്. പിന്നെ എന്ത് പണിയാണ് ആയിഷ ബീവിക്കൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 മാസക്കാലം ഈത്തപ്പഴവും വെള്ളവും കഴിച്ചിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹല്ലേ? അങ്ങനെയാണെങ്കിൽ 2 മാസക്കാലം എന്ത് ജോലിയായിരുന്നു ആയിഷ ബീവിക്കൊക്കെ ഉണ്ടായത്? വീടടിച്ചു വാരിയിരുന്നത് നബിത്തങ്ങളായിരുന്നു. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് ഖാദിമീങ്ങളുടെ കൂടെ ഇരുന്ന് തിന്നുമായിരുന്നു. പാചകം ചെയ്യാനുള്ള മാവുണ്ടാക്കുന്നത് നബിത്തങ്ങളായിരുന്നു. അതേപോലെ അങ്ങാടികളിൽ പോയി വീട്ടിലേക്ക് വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലുള്ള എല്ലാ വിഷയങ്ങളിലും സഹായിക്കാറുണ്ടായിരുന്നു. ഇത്രയൊക്കെ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ, അതേപോലെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന തിരക്കിനിടയിലും ഒരു തിരക്കില്ലാത്ത നമ്മൾ വീടിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് പെണ്ണുങ്ങളെ പണിയല്ലേ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ പണിക്ക് നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടുപോകും. തോട്ടത്തിൽ അടക്ക പറിക്കേണ്ടത് പെണ്ണുങ്ങളാണ്, തേങ്ങ